കഴിഞ്ഞ ജനുവരി 6-നാണ് സ്വകാര്യ ടെലികോം കമ്പനികളുടെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ സിഎജിക്ക് അധികാരം നൽകുന്ന ഡൽഹി ഹൈക്കോടതി വിധിയുണ്ടായത്. ഇതിനെതിരെ ടെലികോം കമ്പനികളും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും നൽകിയ അപ്പീലാണ് ഇന്ന് സുപ്രീം കോടതി തള്ളിയത്. സ്വകാര്യ ടെലികോം കമ്പനികൾ രാഷ്ട്രത്തിന്റെ സമ്പത്തായ സ്പെക്ട്രം ഉപയോഗിച്ചാണ് ടെലികോം സേവനങ്ങൾ നൽകുന്നത്. അതിനാൽ അവരുടെ നഷ്ടലാഭ കണക്കുകൾ സിഎജി പരിശോധിക്കേണ്ടതുണ്ടെന്ന് സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. സേവനങ്ങൾ വിൽക്കുന്നത് വഴി ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ലൈസൻസി തുകയായി കമ്പനികൾ സർക്കാരിലേക്ക് നൽകുന്നുണ്ട്. അതിനാൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ടെലികോം മേഖല പ്രവർത്തിക്കുന്നതെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. അതേസമയം ചട്ടപ്രകാരമുള്ള ഓഡിറ്റ് വേണമെന്ന ഹൈക്കോടതി വിധിയിലെ പരാമർശം സുപ്രീം കോടതി ലഘൂകരിച്ചിട്ടുണ്ട്. പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള നിയന്ത്രിതമായ ഓഡിറ്റിംഗ് വേണമെന്നാണ് ജസ്റ്റിസ് എ കെ രാധാകൃഷ്ണൻ, വിക്രം സെൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വിധി. ചില ടെലികോം കമ്പനികൾ രാജ്യത്തെ പൊതുമുതൽ കൊള്ളയടിക്കുകയാണെന്നും രാജ്യത്തിന് ലഭിക്കേണ്ട അർഹമായ വിഹിതം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടി. സർക്കാരിലേക്ക് നൽകേണ്ട തുക വെട്ടിക്കുന്നതിനു വേണ്ടി ടെലികോം കമ്പനികൾ വരുമാനത്തിന്റെ കണക്കുകൾ കുറച്ചു കാണിക്കുന്നതായി ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിഎജി കമ്പനികളുടെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചതോടെയാണ് കമ്പനികൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ഡൽഹി ഹൈക്കോടതി സിഎജിക്ക് ഓഡിറ്റിംഗിന് അനുവാദം നൽകിയതോടെയാണ് കേസ് സുപ്രീം കോടതിയിലെത്തിയത്. അതേസമയം ഇന്നത്തെ സുപ്രീം കോടതി വിധി മറ്റു നിരവധി സ്വകാര്യ മേഖലകൾക്ക് കൂടി ഭാവിയിൽ ബാധകമാകും. ഡൽഹിയിൽ വൈദ്യുതി വിതരണം നടത്തുന്ന സ്വകാര്യ കമ്പനികളെ സിഎജി ഓഡിറ്റിംഗിന് വിധേയമാക്കാൻ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ കമ്പനികൾ കോടതിയെ സമീപിക്കാനും ഒരുങ്ങിയിരുന്നു. ഈ ഉത്തരവോടെ വൈദ്യുതി വിതരണ കമ്പനികൾ ഓഡിറ്റിംഗിന് വിധേയരാകേണ്ടിവരും. സവാദ് മുഹമ്മദ്, മീഡിയ 1, ഡൽഹി.